ഇന്ന് കുറച്ച് അവക്കാടോ പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ അവക്കാടൊക്കെ നമ്മൾ പറിക്കൽ മരത്തിൽ കയറിയിട്ടും തോട്ടിയൊക്കെ ഉപയോഗിച്ചല്ലേ. ഇത് നമുക്ക് ഇരുന്ന് പറിക്കാൻ പറ്റിയ അവക്കാടോയുടെ മരം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ബെഡ് തൈ നട്ട അവക്കാടോ കേട്ടോ. ഇപ്പൊ 3ാമത്തെ വർഷം കായ്ച്ച്. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്താണ്, ഇതിന്റെ ഇടയ്ക്ക് കായ്കളൊക്കെ പറിച്ചിരുന്നു. അപ്പൊ അത് ലാസ്റ്റുള്ള കായ്കളൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അവക്കാടോ കുരങ്ങ് കഴിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിതാ ഇതുപോലെ നെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ മരം ആയതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ഇതാ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റിട്ടോ. ഇനി നമുക്കേ ഉള്ളിൽ കയറിയിട്ട് പറിക്കണം. അപ്പൊ ആദ്യം ഇതാ ഒരു ഭാഗത്ത് നമ്മളെ നെറ്റ് നീക്കണം. വലിയ മരത്തിലൊക്കെ നമുക്ക് നെറ്റ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്താ വെച്ചാൽ പടർന്ന മരം ആയതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് ഇത് അങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കവർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നല്ല മൂത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകത എന്താ പറയുക, നമ്മൾ സാധാ അവക്കാടൊക്കെ നമ്മളെടുത്ത് കൂടുതലുള്ളതും മൂത്ത് കഴിഞ്ഞാൽ ബ്രൗൺ നിറം വരും, നല്ല നിറ വ്യത്യാസം വരും, നല്ല ബ്രൗൺ ആയി വരും. ഇത് എത്ര മൂത്താലും ഇതുപോലെ പച്ച നിറമായിരിക്കും കേട്ടോ. നല്ല മൂപ്പായിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഇങ്ങനെ ചെറിയൊരു ഡോട്ട് മാത്രമേ ഉള്ളൂ. നല്ല മൂപ്പായിട്ടുണ്ടോ. ഇതാ കുറച്ചുകൂടെ മൂത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിണ്ട് വരും കേട്ടോ. അപ്പൊ ഇത് ലാസ്റ്റ് വിളവെടുപ്പാണ്. 2-3 തവണ ഇതിന്ന് പറിച്ചു കിട്ടും. നമ്മൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അത്യാവശ്യം വലുപ്പമുണ്ട്. എന്നാലും ഫസ്റ്റ് കായ്ക്കുന്നതായതുകൊണ്ട് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇതിലും വലുപ്പം വരും. പിന്നെ 2-3 ടൈപ്പ് അവക്കാടോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു ഉരുളനാണ്. മറ്റേത് കുറച്ച് നീണ്ടു വന്നിട്ട് റൗണ്ടായി വരുന്നതാണ്. ഇതൊക്കെ നല്ല ആയതാ. ആദ്യം നമുക്ക് ഇതാ കണ്ടില്ലേ, തൊട്ടപ്പത്തേക്ക് വീണ് ഇങ്ങനെ മൂത്തിട്ട് താഴെ വീണതായിരുന്നു. നമ്മളിത് ബ്രൗൺ നിറം നല്ല ബ്രൗൺ ആവുന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിർത്തി. പക്ഷെ താഴെ 1-2 വീണ് എടുത്തു നോക്കിയപ്പോൾ നെങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായത് നമുക്കിത് പച്ചയാണ്. പച്ച അവക്കാടോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മൂപ്പായി കഴിഞ്ഞാലും പച്ച നിറം വരുന്നത് നമ്മുടെ അടുത്ത് വേറെ ഉണ്ട്. പക്ഷെ അതൊക്കെ വലിയ മരമാണ്, ഇതുപോലെ ചെറുതല്ല. അപ്പം നിർത്തി കഴിഞ്ഞാൽ വേഗം പറയല്ല, വേഗം വിള്ളൽ വരും. ഒക്കെ നമുക്ക് പറിക്കുക. ഇത് മുകളിലൊന്നുണ്ടല്ലോ, അതാ ഇത് നല്ല മൂത്തിട്ടോ. ഇത് മണ്ണീര നിൽക്കണൊക്കെ, മണ്ണീരൊക്കെ മുകളിലെത്തിയുണ്ട്. ഇതാ വേറെ അതാ എല്ലാം പറിക്കാൻ നിർത്തണ്ട. നിർത്തി കഴിഞ്ഞിട്ട് എന്തായാലും താഴെ വീണ് പോകും. അപ്പൊ നമുക്കിതാ ഇത്രയും അവക്കാടോ കിട്ടിട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ അവക്കാടോ അങ്ങനെ ഇരുന്ന് പറിക്കുന്നത് കേട്ടോ. മറ്റേ അവക്കാടോ മരത്തിൽ കയറി പറിക്കണം. കയറിയാലും കിട്ടൂല, കമ്പിന് തീരെ ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം തോട്ടി ഉപയോഗിച്ചാൽ പറിക്കല്. അപ്പൊ ഇങ്ങനത്തെ ഒരു മരം നട്ട് കഴിഞ്ഞാൽ, ബെഡ് തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എളുപ്പത്തിൽ പറിക്കാനും പറ്റും. മരം ഒന്നും വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയ മരമായിരിക്കും. പിന്നെ സ്ഥലം കുറവുള്ളവർക്കൊക്കെ എന്തായാലും അവക്കാടോ കൃഷിയും ചെയ്യാം. നമ്മൾ അധികവും ഇത് വിത്ത് മുളപ്പിച്ചാണ് അവക്കാടോ നടാറുള്ളത്. അപ്പോൾ നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ മരങ്ങളും അങ്ങനെ വിത്ത് കൂടുതൽ വിത്ത് നട്ടിട്ട് അങ്ങനെ മുളപ്പിച്ചാണ്. അപ്പോൾ ബെഡ് തൈ നട്ടപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത അവക്കാടോ നട്ടു കൊടുക്കുന്നതൊക്കെ ഇതുപോലുള്ള ബെഡ് തൈ നട്ടു കൊടുക്കണം. കുറെ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടപ്പം കുറെ ആളുകൾ ചോദിച്ചു ഇതിന്റെ തൈകൾ എവിടെ കിട്ടുകയെന്നൊക്കെ. അപ്പോൾ അമ്പലവയൽ നഴ്സറിയിലൊക്കെ, നമ്മൾ അമ്പലവയൽ RARS ഇതിന്റെ തൈകൾ കിട്ടുന്നുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി നല്ല ബെഡ് തൈ അവക്കാടോയും കിട്ടും.